എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. എവിടെ തിരിഞ്ഞാലും യൂട്യൂബർമാർ ബഹളമാണ്. അത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഒരു യൂട്യൂബറെ പരിചയപ്പെടുത്തുകയാണ്. അതൊരു സ്ത്രീ യൂട്യൂബറാണ്. ഇവരെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇവരെ അറിയാം. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം എന്ന ഭാഷയിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവർ രണ്ട് രീതിയിലാണ് ഫേമസ് ആവുന്നത്. ഒന്ന്, ആശയപരമായിട്ടും അവർ സമൂഹ മധ്യത്തിൽ കൊടുക്കുന്ന സന്ദേശങ്ങൾ. അതുപോലെ തന്നെ മറ്റു ചിലരുണ്ട് മോശപ്പെട്ട രീതിയിലുള്ള സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾ. മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഹറാസ് ചെയ്യുകയും ചീത്ത വിളിക്കുകയും ചെയ്തുകൊണ്ട് പ്രശസ്തിയോടെ അവർ യൂട്യൂബ് നടത്തുകയാണ്. ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് വനിതാ യൂട്യൂബറായിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ശീതൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ യൂട്യൂബറുടെ ചില വീഡിയോകൾ, അവരുടെ ചില പ്രസൻറ്റേഷൻസ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു പ്രചോദനം. കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോ ഞങ്ങൾ കണ്ടു. ഒരു മോഡലിങ്ങുമായി ബന്ധപ്പെട്ട് മഞ്ജു പിള്ളയുടെ മകൾ ചില പോസ്റ്റുകൾ അവരുടേതായിട്ടുള്ള ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു. അത് കണ്ടിട്ട് മറ്റൊരു സ്ത്രീ അവരെ തെറി വിളിക്കുകയാണ്. അത് മഞ്ജു പിള്ളയെ ഡയറക്റ്റ് ഫോണിൽ വിളിച്ചിട്ട് തെറി വിളിക്കുന്നതായിട്ടുള്ള വീഡിയോ. അത് സമൂഹ മധ്യത്തിൽ അവരുടെ വീഡിയോയിൽ കൂടി തന്നെ അവർ പുറം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. വളരെ മേച്ചമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. ഇത് ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ശീതൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന യൂട്യൂബർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിക്കുകയുണ്ടായി. ഈ പ്രതികരണം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകളായിട്ടുള്ള യൂട്യൂബേഴ്സ് കുറെ കൂടി ചിന്തിക്കണം. കാരണം ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണിത്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉത്തരവാദിത്തപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്. ആ രക്ഷകർത്താക്കളുടെ അനുമതിയില്ലാതെ ഈ പെൺകുട്ടി ഒരിക്കലും അത് ചെയ്തിട്ടില്ല. രക്ഷകർത്താക്കൾക്ക് ഇല്ലാത്ത എന്ത് വേദനയാണ് ഈ സ്ത്രീക്കുണ്ടായത്? അതിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? സമൂഹത്തോട് ഇത്രയും കടപ്പാടുണ്ട്, ഇതൊരു മോശപ്പെട്ട ഒരു പ്രവണതയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഫോൺ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ വിളിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ച കാര്യങ്ങൾ അത് തന്നെയാണ്. ഫോൺ വിളിച്ചപ്പോൾ പറയാമായിരുന്നു ഇത് ഇനി ആവർത്തിക്കരുത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു. അല്ലാതെ ഒരു സൗഹൃദ സംഭാഷണത്തിന് ശേഷം അവരെ ചീത്ത വിളിക്കുന്നു. മഞ്ജു പിള്ളയെ ചീത്ത വിളിക്കുകയും വളരെ രീതിയിൽ ഹറാസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ വീഡിയോ തന്നെ അവർ പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ സംഭാഷണങ്ങളടങ്ങിയ ശബ്ദശകലങ്ങളടങ്ങിയ വീഡിയോ തന്നെ പ്രചരിപ്പിക്കുന്നു. അത് എന്താണ് ഇതിൻ്റെ രീതി, അല്ലെങ്കിൽ എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ ഒരു പുരുഷ ശബ്ദം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയണം എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പുരുഷ ശബ്ദത്തിലാണ് ഇത്തരം തെറിവിളികൾ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബറെ എപ്പോഴേ അറസ്റ്റ് ചെയ്തേനെ, അല്ലെങ്കിൽ കേസുകൾ നിലവിൽ എപ്പോഴേ രജിസ്റ്റർ ചെയ്തേനെ. അപ്പം ഇങ്ങനെ ഒരു വിമർശനമായതുകൊണ്ട്, ഒരു സ്ത്രീ തന്നെ വിമർശിച്ചതുകൊണ്ട് നിയമപരമായി എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നത് ഞങ്ങൾ സ്വയം തന്നെ ചിന്തിക്കുന്നുണ്ട്. യൂട്യൂബ് പോളിസി പ്രകാരം മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഹറാസ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന വീഡിയോകൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്തരം യൂട്യൂബ് ചാനലുകൾ നിയന്ത്രിക്കാൻ കഴിയും, അല്ലെങ്കിൽ ബാൻ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ തൊപ്പിയുടെയൊക്കെ ചാനൽ ബാൻ ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള ചാനലുകൾ ബാൻ ചെയ്യേണ്ട അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഡ്രഗ് മാഫിയയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു തൂഫാൻ കൂടി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സജഷൻ. ഇനി നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഒരു AI അവതാരകനെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതെന്ന്. ലോകത്തിൽ പല സ്ഥലത്തു നിന്നും ജോലി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ കൂടിയുള്ളൊരു ചാനലാണ് കേരള ഇൻസൈറ്റ്സ് എന്ന ചാനൽ. ഇതിൽ വരുന്ന എല്ലാ ആശയങ്ങളും അതുപോലെ തന്നെ കണ്ടൻസും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലായിരിക്കണം. ആരെയും ഹറാസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല, ആരെയും തെറി പിടിക്കാൻ പാടില്ല എന്ന ഒരു സമീപനമാണ് ഈ ചാനലിൻ്റേത്. ഞങ്ങളുടെ വീഡിയോകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആരെയും ഞങ്ങൾ ഇതുവരെ വ്യക്തിപരമായിട്ട് ഹറാസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സ്നേഹപരമായിട്ടുള്ള ചിലപ്പം ഉപദേശങ്ങളാവാം, ചിലപ്പം നിരൂപണങ്ങളാവാം, വിമർശനങ്ങളാവാം, ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വീഡിയോകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും
മറുനാടൻ ഷാജൻ്റെ തട്ടകത്തിൽ നിന്നാണ് ശീതൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന യൂട്യൂബർ രംഗത്ത് വന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ശീതലിനെ സംബന്ധിച്ചിടത്തോളം ശീതലിൻ്റെ ക്രിയേറ്റിവിറ്റിയും ശീതലിൻ്റെ വിമർശന പാഠവും അതുപോലെ തന്നെ ഹാസ്യരസപ്രധാനമായിട്ടുള്ള അവതരണവും ഒക്കെ തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കും ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശീതലിന് എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു ശീതൽ. ഒപ്പം നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. ശീതൽ ഇനിയും നല്ല വീഡിയോകൾ ചെയ്യുക. ശീതലിന് വേണ്ടിയിട്ടുള്ളൊരു പരസ്യമല്ല, പകരം ശീതൽ ഇടപെടുന്ന വിഷയങ്ങളിൽ ശീതലിൻ്റെ ഡെഡിക്കേഷനാണ് മലയാളികൾ അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുക. ഞങ്ങളും ഒപ്പമുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കൊണ്ടുള്ള അടുത്തൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.